നമ്മൾ ലാസ്റ്റ് 2 വീഡിയോയിലും നോക്കിയിരുന്ന കാര്യം നമുക്ക് എങ്ങനെ മാച്ചസിൽ പെർഫോം ചെയ്യാം, അതിനെ മെന്റലി എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മൂന്നാമത്തെ പോയിന്റ് ആണ്, അത് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിക്കറ്റിൽ ഒരുപാട് പ്ലേയേഴ്സിന് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ടെക്നിക്കാണ് ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. സോ അത് ഒരുപാട് പേർക്ക് അറിയായിരിക്കും. പ്രൊഫഷണലായിട്ട് കളിക്കുന്ന ഒരുപാട് പേർക്ക് വിഷ്വലൈസേഷൻ എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് കറക്റ്റായിട്ട് അറിയായിരിക്കും. അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ ചെയ്യാം, പല രീതിയിൽ ചെയ്യുന്ന പ്ലേയേഴ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മാച്ചസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഗ്രൗണ്ടിൻ്റെ സെൻറ്ററിൽ പോയിട്ട് ആ വിക്കറ്റിൻ്റെ പുറത്ത് നിന്നിട്ട് നിങ്ങൾക്ക് ആ വിക്കറ്റ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അവിടെ നിങ്ങളൊരു നല്ല സ്കോർ ചെയ്യുന്നതും നല്ല രീതിയിൽ ഷോട്ട്സ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഒന്ന് മൈൻഡ് കൊണ്ടൊന്ന് വിഷ്വലൈസ് ചെയ്ത് ഒന്ന് പ്രിപ്പയർ ആവുക. മെൻ്റലി ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഗെയിമിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ബാറ്റിംഗ് കിട്ടുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് റൺ അടിക്കുന്നത്, ബോളിംഗ് കിട്ടുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ബോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഫീൽഡിൽ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മെൻ്റലി ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാച്ചിൽ പോകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു എഫേർട്ട് നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ കൊടുക്കാൻ പറ്റും. സോ അടുത്ത തവണ മാച്ചസ് കളിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഈ ടെക്നിക്ക് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബെനിഫിറ്റ് കിട്ടും. നെക്സ്റ്റ് ടൈം മാച്ച് കളിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.